ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന വാനില കേക്കിന്റെയും 1/2 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കിന്റെയും വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ വാനില കേക്കിനുള്ള ഫ്ലോർ മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് 2-3 തവണ സീവ് ചെയ്തെടുക്കുക. അതല്ല നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ ഒരു തവണ സീവ് ചെയ്തതിനു ശേഷം നല്ലപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചതും 1/2 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ എഗ് മിക്സ് നല്ല പോലെ തന്നെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റർ റൗണ്ട് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 7 ഇഞ്ചിന്റെ കേക്ക് മോൾഡിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ കേക്ക് ബേക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 3 ലെയറായി കട്ട് ചെയ്ത് വെക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യത്തെ 1 മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ആക്കിയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഐസിംഗ് ഷുഗർ കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് സ്റ്റിഫ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്ത് തുടങ്ങാനായിട്ട് ടേൺ ടേബിളിന്റെ മുകളിൽ കേക്ക് ബേസ് വെച്ച് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിന്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിനു ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിന്റെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്ത് കേക്ക് മുഴുവനായിട്ടൊന്ന് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രം കോട്ട് ചെയ്തതിനു ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ കേക്ക് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഫൈനൽ കോട്ടിംഗ് കൊടുക്കുന്നത്. ഇനി ഇതേപോലുള്ള ഐസിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് ക്രംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി കേക്കിന്റെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനാണ് കേക്കിന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിസൈനിലുള്ള കേക്ക് ഞാൻ മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അത്. അപ്പൊ അത് കേക്ക് മുഴുവനായിട്ടും ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിലായിട്ട് ഫിയോനി ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്ത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കേക്കിന്റെ മുകളിലായിട്ട് വിരൽ വെച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നെ കേക്കിന്റെ മുകളിലായിട്ട് വൈറ്റ് ഷുഗർ ബോളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ 1 kg വെയിറ്റുള്ള വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1/2 kgയുടെ ബട്ടർ സ്കോച്ച് കേക്ക് റെഡിയാക്കാം. അപ്പൊ ഇതിൽ ഞാൻ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല.
അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഹാഫ് kg ബട്ടർ സ്കോച്ച് കേക്കിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഇതാ ബട്ടർ സ്കോച്ച് കേക്കിനായിട്ടുള്ള സ്പഞ്ച് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൽ നിന്നും ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയതിനു ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഇനി ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രളയം ഒന്ന് റെഡിയാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ ബദാമും കാഷ്യൂം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ബദാമിന് പകരമായിട്ട് വേണമെങ്കിൽ പീനട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇത് ചൂടായതിനു ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ സിം ഫ്ലെയിമിലായിട്ട് വേണം കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്, അല്ലാതെ ഒരു കയ്പ് ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാവുക. അപ്പൊ ഇതാ നമ്മുടെ ഷുഗർ നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ സിം ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു പാഷ്മെന്റ് പേപ്പറിലേക്കോ അതല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ ഇതൊന്ന് നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സോസ് റെഡിയാക്കാം. അപ്പൊ കാരമൽ സോസ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷുഗർ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ആണെങ്കിൽ അങ്ങനെ ചേർക്കുക, അതല്ല സാധാ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പ്രലൈൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കേക്കിന്റെ ലെയറിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയ പീസായി കട്ട് ചെയ്തതിനു ശേഷം ഇത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ടേൺ ടേബിളിന്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ഒന്ന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഷുഗർ സിറപ്പിൽ ഞാൻ ബട്ടർ സ്കോച്ചിന്റെ എസൻസും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീമിന്റെ മുകളിലായിട്ട് കാരമൽ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പ്രളീനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കേക്കിന്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി സെക്കൻഡ് ലെയറിലും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിനു ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീമിന്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ കാരമൽ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ മുകളിലായിട്ട് പ്രളയം ഇട്ട് കൊടുത്തിട്ട് കേക്കിന്റെ ഫൈനൽ ലെയറും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ക്രം കോട്ട് ചെയ്തതിനു ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ടിങ്ങും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കാം. കേക്കിന് ബട്ടർ സ്കോച്ച് ക്രീം വെച്ച് ഫൈനൽ കോട്ടിങ്ങും ചെയ്തത് പിന്നാണ് മിസ്റ്റേക്ക് മനസ്സിലായത്. കസ്റ്റമർ സെൻഡ് ചെയ്തിരുന്ന ഫോട്ടോയിൽ വൈറ്റ് ക്രീം കൊണ്ടായിരുന്നു ഫ്രോസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം മാറ്റി വൈറ്റ് ക്രീം കൊണ്ട് തന്നെ ഫ്രോസിങ് ചെയ്തെടുത്തു. ഇനി ഷെൽ നോസിൽ ഉപയോഗിച്ചിട്ട് കേക്കിന് ചുറ്റിലുമായിട്ട് ഈ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കേക്കിന്റെ താഴെയായിട്ട് പ്രളയനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഹാഫ് kg ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഫോണ്ടന്റ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കേക്ക് ബോർഡുമേൽ ഒരു ഡിസൈൻ ആയിട്ട് വെറുതെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു 2 കേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.